ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുവാനും കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനും ഒക്കെയും ഈ നാളുകൾ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി നന്ദി. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നത് പോലെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ഇന്ന് പകൽക്കാലം ആ ജീവജല നദി നമ്മുടെ സഭയിലുള്ള സകല വ്യക്തികളുടെ മേലും ഒഴുകണം. ഉയരത്തിലുള്ള ശക്തി പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ചിന്തക്കെടുത്ത വേദഭാഗം സങ്കീർത്തനം അതിൻ്റെ 27-ാം അധ്യായം 1 മുതൽ അങ്ങോട്ടുള്ള വാക്യം നോക്കാമെങ്കിൽ, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നൊരു വിടുതലിൻ്റെ പകൽക്കാലമാണ്. എത്ര പേർക്ക് ഒരു വിടുതൽ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ഒരു മാറ്റം ആഗ്രഹമുണ്ട്? കർത്താവ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് നമ്മളെ രക്ഷിക്കുവാനും നമ്മളെ രോഗത്തെ മാറ്റുവാനും നമുക്കൊരു വിടുതൽ നൽകുവാനും വേണ്ടിയാണ്. ഈ വചനം നമ്മൾ വായിച്ചു വരുമ്പോഴൊക്കെയും ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ ഇതിൻ്റെ അകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. നിങ്ങളുടെ ജീവിതം മാറുന്ന ഒരു പകൽക്കാലമായിരിക്കും ഇന്നത്തെ പകൽക്കാലം. നിങ്ങളുടെ അവസ്ഥകൾ മാറുന്ന ഒരു പകൽക്കാലമായിരിക്കും ഇന്നത്തെ പകൽക്കാലം. ഇവിടെ നോക്കാമെങ്കിൽ വചനം പഠിപ്പിക്കുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഒന്നാമത് നോക്കാമെങ്കിൽ വെളിച്ചമാകുന്ന ക്രിസ്തു. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വെളിച്ചമായി ഇറങ്ങി വന്നാൽ ഇരുളിന് അവിടെ ഇരിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ 2 വഴികളുണ്ട്. ഹല്ലേലൂയ. ഒരു ഇരുളിൻ്റെ വഴിയുമുണ്ട്, ഒരു വെളിച്ചത്തിൻ്റെ വഴിയുമുണ്ട്. ഇരുളിൻ്റെ വഴിയിൽ നമ്മൾ പലപ്പോഴും തപ്പി നടക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴും ഹല്ലേലൂയ നമുക്ക് ഇരുട്ടാകുമ്പോൾ, കറണ്ട് പോകുന്ന സമയത്ത് നമ്മൾ പലതിനും തപ്പി നടക്കുന്നവരാണ്. നമുക്ക് സ്പീഡ് കാണത്തില്ല, നമുക്ക് നടക്കുവാൻ ഒരു സ്വാതന്ത്ര്യം കാണത്തില്ല, തട്ടി വീഴുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ഹല്ലേലൂയ വെളിച്ചം പടരുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം അവിടെയുണ്ട്. ഒന്നും പേടിക്കാതെ വണ്ണം മുന്നോട്ട് നടക്കുവാൻ, ഹല്ലേലൂയ എല്ലാം കാണുവാൻ തക്കതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവ് വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്, യഹോവയുടെ വെളിച്ചമായി ഇറങ്ങി വന്ന ക്രിസ്തു നമ്മുടെ വെളിച്ചമായി നമ്മുടെ ജീവിതങ്ങളുടെ മേലും നമ്മുടെ ഉള്ളങ്ങളുടെ മേൽ ഇറങ്ങി വന്ന നമുക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ശത്രുവായവൻ പതിയിരുന്ന് നമ്മളെ തകർക്കാമെന്നിരിക്കുന്ന ആ മേഖലയുടെ നടുവിൽ നമ്മൾ അതിനെ കണ്ടുകൊണ്ട് അതിനെ പോരാടി ജയിക്കുവാൻ തക്കതായ ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ കർത്താവ് പകരും. ഇവിടെ വചനം നോക്കാമെങ്കിൽ, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഹല്ലേലൂയ. 3-ാമത്തെ വരി ഇങ്ങനെ നോക്കാമെങ്കിൽ, ഞാൻ ആരെ ഭയപ്പെടും? ഈ ലോകത്തിൽ കാണുന്ന നമ്മൾക്ക് പലരെയും ഭയമുണ്ട്. ഈ ലോകക്കാരെ ഭയമുണ്ട്, മന്ത്രിമാരെ ഭയമുണ്ട്, ഒരു പക്ഷെ പൈതങ്ങൾക്കാണെങ്കിൽ മാതാവിനെ പിതാവിനെ ഭയമുണ്ട്. പക്ഷെ വചനം പഠിപ്പിക്കുന്നുണ്ട്, ഹല്ലേലൂയ, നമ്മൾ ഭയപ്പെടാതിരിക്കണമെങ്കിൽ, നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന ശത്രുക്കളെ ഭയപ്പെടാതിരിക്കണമെങ്കിൽ, ഈ ലോകത്തിൽ ആരെയും ഭയപ്പെടാതെ ദൈവത്തിന്റെ വചനം പറയണമെങ്കിൽ, ക്രിസ്തു നമ്മുടെ വെളിച്ചമായി ഇറങ്ങി വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മളെ തകർക്കുവാൻ വരുന്ന പൈശാചിക മണ്ഡലങ്ങളെ നമ്മൾ കാണുമ്പോൾ ഭയപ്പെടാറുണ്ട്. ഓ ഹല്ലേലൂയ, ആ ശത്രു എന്നെ തകർക്കുവാൻ പോകുന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഭയപ്പെടാറുണ്ട്. ഇന്ന് പകൽക്കാലം ആ ഭയം മാറണമെങ്കിൽ ആ വെളിച്ചം നമ്മുടെ മേൽ ഇറങ്ങി വരണം. ആ കർത്താവിന്റെ വെളിച്ചം നമ്മുടെ മേൽ ഇറങ്ങി വന്നാൽ നമ്മളെ ചുറ്റിമിന്നിയ നമ്മൾ ഭയപ്പെടുവാൻ ഇടയാകത്തില്ല, നമ്മൾ തളർന്നു പോകുവാൻ ഇടയാകത്തില്ല. ശക്തിയോടെ നമ്മൾ മുന്നോട്ട് പോകുന്ന വ്യക്തികളാകുക. നമുക്ക് നോക്കാമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഹല്ലേലൂയ ആ ആദാമിനെ ഹവ്വയെ നിർമ്മിച്ച സമയം നോക്കാമെങ്കിൽ, ആദാമിനെ ഹവ്വയുടെ മേൽ ഹല്ലേലൂയ കർത്താവ് ഒരു പ്രകാശം പടർത്തിയിട്ടുണ്ടായിരുന്നു. പ്രകാശമുണ്ട്, തേജസ് ഉണ്ടായിരുന്നു. ആ തേജസ്സിൽ അവർ നിന്നപ്പോൾ അവർക്ക് ഭയമില്ലായിരുന്നു, അവർക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ, പാപം ചെയ്ത് അവർ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവൻ മരത്തിന്റെ ഇടയിൽ ഒളിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവിന്റെ തേജസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, കർത്താവിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, നമ്മൾ ഇരുളിനെ സേവിക്കുന്നവരായി മാറും, ഇരുളിന്റെ മക്കളായി മാറുവാൻ ഇടയാകും. ഹല്ലേലൂയ. കർത്താവിനോട് ഇന്ന് പകൽക്കാലം നമ്മൾ പറയണം, കർത്താവേ, ഞാൻ ഇരുളിനുള്ള വ്യക്തിയാണോ, ഞാൻ ക്രിസ്തുവിനുള്ള വ്യക്തിയാണോ, വെളിച്ചത്തിലുള്ള വ്യക്തിയാണോ? വെളിച്ചത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നമ്മൾ വീണു പോകത്തില്ല, നമ്മൾ തപ്പി നടക്കുവാൻ ഇടയാകത്തില്ല. വെളിച്ചം എന്ന് പറഞ്ഞാൽ അതൊരു സ്വാതന്ത്ര്യമാണ്, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ്. ശത്രുക്കൾക്ക് നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല. മുന്നിൽ നിൽക്കുന്ന ഏതൊരു വസ്തുവിനെ വെളിച്ചമുണ്ടെങ്കിൽ കാണുവാൻ കഴിയും. അതുപോലെ ഹല്ലേലൂയ വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ശത്രുവിനെ നമ്മൾ കാണും, അതിനോട് പോരാട്. ഹല്ലേലൂയ. അതിനാണ് വചനം പഠിപ്പിക്കുന്നത്, സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. സർവായുധ വർഗം ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ
മുൻപാകെ നിൽക്കുന്ന ശത്രുവിനോട് പോരാടുവാൻ, അതിനോട് എതിർത്ത് നിൽക്കുവാൻ തക്കതായ ഉയരത്തിലുള്ള ബലം ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും പ്രാപിക്കണം. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നത് പോലെ ഹല്ലേലൂയ, ഈ വചനമൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഒരു വിടുതലിന്റെ വചനമാണ് ഇതിൽ കിടക്കുന്നത്, ഒരു മാന്യതയുടെ വചനമാണ് കിടക്കുന്നത്, ഒരു അനുഗ്രഹത്തിന്റെ വചനമാണ് കിടക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ അനുഗ്രഹമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ വചനം പഠിപ്പിക്കുന്നത് പോലെ യഹോവയുടെ വെളിച്ചവും എൻ്റെ രക്ഷയുമായി ഇറങ്ങി വരണം. ആ യഹോവയിൽ നമ്മൾ ആശ്രയം വെച്ചാൽ മാത്രമേ, ഹല്ലേലൂയ, ആ ക്രിസ്തുവിൽ നമ്മൾ ആശ്രയം വെച്ചാൽ മാത്രമേ നമുക്കൊരു മാറ്റം വരുവാൻ ഇടയാകത്തുള്ളൂ, നമുക്കൊരു രൂപാന്തരം വരുവാൻ ഇടയാകത്തുള്ളൂ. അതിൻ്റെ രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ വൈരികളെ ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുത്ത് വരുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയല്ല. ഹല്ലേലൂയ. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. ഹല്ലേലൂയ. ഭയപ്പെടാതെ നിർഭയമായി ഇരിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. ആ വെളിച്ചം നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ അടിസ്ഥാനം ഏതിലായിരിക്കണം? ആ ക്രിസ്തുവിലായിരിക്കണം. എന്തു തന്നെ വന്നിരുന്നാലും വീഴാതിരിക്കണമോ, നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ രക്ഷ ക്രിസ്തുവിലായിരിക്കണം. നമ്മൾ നോക്കുന്നത് ആരിലായിരിക്കണം? ക്രിസ്തുവിലായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിൽ നോക്കി നടന്നാൽ ഹല്ലേലൂയ നമ്മൾ പാപത്തിൽ വീണു പോകും. വചനം പഠിപ്പിക്കുന്നുണ്ട്, ഒരു കുരുടനെ വഴി കാണിച്ചാൽ രണ്ടുപേരും വീണു പോകും. നമ്മൾ നോക്കേണ്ടത് കുരുടനെയാണോ കർത്താവിനെയാണോ? ഈ ലോകത്തെയാണോ കർത്താവിനെയാണോ? കർത്താവിനെ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, നമുക്കൊരു വിടുതലുണ്ട്, നമുക്കൊരു രക്ഷയുണ്ട്, നമുക്ക് ഹല്ലേലൂയ ഒരു നിത്യതയുണ്ട്. വചനം പഠിപ്പിക്കുന്നത് പോലെ യഹോവ നമ്മുടെ ഹല്ലേലൂയ എൻ്റെ വെളിച്ചമായി ഇറങ്ങി വന്നാൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ഒരു ഇരുളിനെ നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല, ഒരു പാപത്തിന്റെ ശക്തിക്ക് നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ കാണുന്ന ഒരു മന്ത്രത്തിനോ ഹല്ലേലൂയ ഒരു ആഭിചാരത്തിനോ ഒരു ഹല്ലേലൂയ ശുദ്രത്തിനോ നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാല കർത്താവിന്റെ അടുക്കലോട്ട് അടുത്തു വന്നാൽ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തെ ഒന്ന് പണിയണം, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം. ഉയരത്തിലുള്ള വെളിച്ചം ഹല്ലേലൂയ, സ്വർഗത്തിലുള്ള വെളിച്ചം ആദിമ സഭയുടെ മേൽ ഹല്ലേലൂയ കർത്താവ് പകർന്ന ആ അഭിഷേകം ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്നാൽ നമ്മുടെ ജീവിതം മാറുവാൻ തുടങ്ങുക. ഹല്ലേലൂയ. പൗലോസിന്റെ മേൽ ഹല്ലേലൂയ ആ പ്രകാശം ചുറ്റിമിന്നിയപ്പോൾ അവൻ്റെ ജീവിതം ഏറ്റവും അനുഗ്രഹമാകുവാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ആ പ്രകാശം അവനെ മാറ്റുവാൻ തുടങ്ങി. ആ ദൈവത്തിൻ്റെ വെളിച്ചം അവൻ്റെ ശബ്ദം അവനെ മാറ്റുവാൻ തുടങ്ങി, അവൻ്റെ പാപങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഇരുട്ട്, ഹല്ലേലൂയ എവിടെയാണ് പ്രതിസന്ധി, അതൊക്കെ അവൻ ഓർമ്മിക്കുവാൻ ഹല്ലേലൂയ ആ വെളിച്ചം സഹായിച്ചു. ഇന്ന് പകലിൽ ആ സ്വർഗത്തിലുള്ള വെളിച്ചം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ഇരുട്ട് കിടക്കുന്നത് എന്ന് ആ വെളിച്ചം ആ കർത്താവ് നമ്മളോട് പറയുവാൻ ഇടയാകുക. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ആ ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവരുടെ മേൽ ഇരുട്ട് വന്നപ്പോൾ പ്രകാശം മാറുവാൻ ഇടയായി. അവർക്കറിയാം ഹല്ലേലൂയ കർത്താവിൻ്റെ തേജസ് എന്നിൽ നിന്ന് പോയി, ഞാൻ നഗ്നരാണ്. ഹല്ലേലൂയ. അങ്ങനെ അവർ അത്തിയുടെ ചുവട്ടിൽ ഹല്ലേലൂയ ഒളിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ ക്രിസ്തുവേ എൻ്റെ മേലൊന്ന് ഇറങ്ങി വരണമേ, ഇന്ന് പകൽക്കാലം എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, എൻ്റെ ജീവിതം ഒന്ന് മാറ്റണമേ. ഇതുവരെ നമ്മൾ ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇരുളിൻ്റെ ആ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്. ഇരുളിൻ്റെ സ്വഭാവമാണോ ഹല്ലേലൂയ വെളിച്ചത്തിൻ്റെ സ്വഭാവമാണോ? നമുക്ക് സ്വാതന്ത്ര്യമുള്ള സ്വഭാവമാണോ? സ്വാതന്ത്ര്യമില്ലാതെ പാപത്തിന് അടിമത്വത്തിൽ കിടക്കുന്നൊരു ഹല്ലേലൂയ വ്യക്തിയാണെന്ന് നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് അറിയുവാൻ കഴിയും. നമ്മുടെ നോട്ടത്തെ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കണം, നമ്മുടെ സംസാരത്തെ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കണം, നമ്മുടെ വിചാരത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കണം. ഓരോ കാര്യം ഏറ്റു ഇസഡ് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് കർത്താവ് എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ ഇരുൾ കിടപ്പുള്ളത്, എവിടെയാണ് പാപത്തിൻ്റെ ആസക്തി കിടപ്പുള്ളത്, അതിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണമേ. വെളിച്ചം ഹല്ലേലൂയ എപ്പോഴും വീശുന്നത് ആ ഇരുളിനെ മാറ്റുന്ന നിലവാരത്തിലോട്ടാണ്. നമുക്ക് സൂര്യനെ നോക്കിയാൽ സൂര്യൻ പ്രകാശിക്കുന്നത് ഹല്ലേലൂയ ഇരുളെന്ന് പറയുന്ന അന്ധകാരത്തിനെ മാറ്റിക്കൊണ്ട് അവിടെ മനുഷ്യർക്ക് കാണേണ്ടതിന്, മറ്റുള്ള വസ്തുക്കളെ കാണേണ്ടതിന് സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ കർത്താവ് നമ്മുടെ മേൽ പ്രകാശിച്ചു വരുമ്പോൾ നമ്മളെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഹല്ലേലൂയ നമ്മളെ തള്ളിയിടുവാൻ നോക്കുന്ന സകലമായ ശത്രുക്കളും മാറും അവിടെ. ഇന്ന് പകൽക്കാലം ഉയരത്തിലുള്ള വെളിച്ചം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വരണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് പകൽ ഞാൻ വിടുവിക്കപ്പെട്ടിട്ട് മടങ്ങി പോകത്തുള്ളൂ, ഇന്നത്തെ പകൽക്കാലം ഞാൻ രൂപാന്തരപ്പെട്ടിട്ട് മടങ്ങി പോകത്തുള്ളൂ, ഇന്നത്തെ പകൽക്കാലം ഞാൻ ഹല്ലേലൂയ കർത്താവിൽ
ഫലം കായ്ക്കുന്ന വ്യക്തിയായി മാറിയിട്ട് മടങ്ങിപ്പോകുകയുള്ളൂ എന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നമുക്ക് ആഗ്രഹവും ആവേശവും ഉണ്ടെങ്കിൽ മാത്രമേ ചിലത് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ മൗനമായി ഇരുന്നെന്ന് പറഞ്ഞ് നമുക്കൊന്നും പ്രാപിക്കുവാനും കഴിയത്തില്ല. ഒന്നും ഹല്ലേലൂയ കർത്താവിൽ നിന്ന് ഹല്ലേലൂയ കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. വിശുദ്ധിയിലോട്ട് നടക്കുവാൻ കഴിയത്തില്ല. സ്വാതന്ത്ര്യം പ്രാപിക്കുവാനും കഴിയത്തില്ല. നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ, നമ്മളൊരു വിടുതൽ പ്രാപിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ശബ്ദം ഉയർന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. കുരുടൻ നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ അവൻ്റെ പിന്നിലൊരു ശബ്ദമുണ്ടായിരുന്നു. മറ്റുള്ളവർ പറഞ്ഞു മിണ്ടാതിരി, നീ മിണ്ടാതിരി, ഹല്ലേലൂയ യഹോവയെ ശല്യപ്പെടുത്തരുത് എന്നൊക്കെയും പറഞ്ഞപ്പോൾ അതിൻ്റെ നടുവിൽ അവൻ കേൾക്കാതെ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. കാരണം എന്താണ്? അവനൊരു വിടുതൽ ആവശ്യമാണ്, അവനൊരു സൗഖ്യം ആവശ്യമാണ്. നമുക്ക് നോക്കാമെങ്കിൽ രക്തസ്രാവ സ്ത്രീയെ നോക്കാമെങ്കിൽ ഹല്ലേലൂയ അവക്കൊരു വിടുതലിന് വേണ്ടി പുറത്തിറങ്ങുവാൻ പാടില്ല എന്നുള്ള നിയമങ്ങളെ മാറ്റിക്കുറിച്ചുകൊണ്ട് ഹല്ലേലൂയ അവളുടെ ശരീരം മൂടി മറിച്ച് എനിക്ക് കർത്താവിൻ്റെ തുണിയുടെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്കൊരു വിടുതൽ വരുമെന്ന് അവൻ ആഗ്രഹത്തോടെ ഹല്ലേലൂയ സകല ആളുകളുടെ ഇടയിൽ കൂടെ ആരെയും നോക്കാതെ, വേദന നോക്കാതെ, ഹല്ലേലൂയ പ്രശ്നം നോക്കാതെ അതിൻ്റെ ഇടയിൽ കൂടെ കർത്താവിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവിടെ വിടുതൽ വന്നതുപോലെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാല കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ആഗ്രഹത്തോട് അടുത്തു വരുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ, ഹല്ലേലൂയ ഒരു ആവേശത്തോട് അടുത്തു വരുന്ന വ്യക്തിയുണ്ടെങ്കിൽ, നീ ഇതുവരെ ഹല്ലേലൂയ പലതിൻ്റെ നടുവിലായിരുന്നുവെങ്കിൽ, ഇതുവരെ ഹല്ലേലൂയ ഇരുളിൻ്റെ അടിത്തട്ടിലായിരുന്നുവെങ്കിൽ ഒരു വിടുതൽ വരണമോ, ഒരു മാറ്റം വരണമോ, ക്രിസ്തു എന്ന സത്യ വെളിച്ചം നമ്മുടെ മേൽ ഹല്ലേലൂയ പ്രകാശിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ വചനം പറയുന്നത് പോലെ ഹല്ലേലൂയ യഹോവയുടെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ആ ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മുടെ മേൽ ഹല്ലേലൂയ പ്രകാശിച്ചു വരണം. ഇന്ന് പകൽക്കാലം നമ്മൾ ഇതുവരെ ഇരുളിനുള്ള വ്യക്തികളാണെങ്കിൽ കർത്താവിനോടൊന്ന് പറയണം, അപ്പാ ഞാൻ ഇന്നു മുതൽ പ്രകാശത്തിനുള്ള വ്യക്തിയായി മാറണതിന് എൻ്റെ ജീവിതത്തൊന്ന് മാറ്റണമേ, എൻ്റെ അവസ്ഥകളൊന്ന് മാറ്റണമേ. പൗലോസിനെ ഹല്ലേലൂയ ആ പ്രകാശത്തിൽ അവൻ്റെ അവസ്ഥകളൊന്ന് മാറ്റി, മറ്റുള്ള ഉപദ്രവിക്കുന്ന ഹല്ലേലൂയ ആ ഒരു മേഖല മാറ്റി, അവൻ്റെ പ്രതിസന്ധികൾ മാറ്റി, അവൻ്റെ പാപത്തിന് ഹല്ലേലൂയ അതിനൊരു ബോധം കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം ആ സ്വാതന്ത്ര്യം വരുത്തുന്ന ഉയരത്തിലുള്ള പ്രകാശം എന്നൊന്ന് ചുറ്റി മിന്നണമെന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഹല്ലേലൂയ ആ കർത്താവ് നമ്മുടെ മേൽ ഇറങ്ങി വരും. ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് പാപം കിടപ്പുള്ളത്, എവിടെയാണ് തകർച്ച കിടപ്പുള്ളതെന്ന് കർത്താവ് നമുക്ക് ബോധ്യം വരുത്തും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇവിടെ വചനം നോക്കാമെങ്കിൽ ഹല്ലേലൂയ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു. 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഒരു സൈന്യം എങ്ങനെ ഹല്ലേലൂയ ഇവിടെ 2-ാം വാക്യം എങ്ങനെ പറഞ്ഞു? എൻ്റെ ഹൃദയം ഭയപ്പെടത്തില്ല, എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. ഹല്ലേലൂയ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നിർഭയമായി ഇരിക്കണമെങ്കിൽ, പ്രതികൂലം വരുമ്പോൾ നമ്മൾ വീണു പോകാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്കൊരു വിടുതൽ വരത്തുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റത്തുള്ളൂ, അവിടെ നമ്മൾ തളർന്നു പോകാതിരിക്കുവാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ കഴുകൻ തൻ്റെ ചിറകടിച്ച് ഉയരങ്ങളിലോട്ട് പറക്കുന്നത് പോലെ നമ്മൾ ഉയരങ്ങളിലോട്ട് പറക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പ്രതികൂലങ്ങളെ നോക്കാതെ ഉയരങ്ങളിലോട്ടൊന്ന് പറക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. സത്യ വെളിച്ചമാകുന്ന ക്രിസ്തു ഹല്ലേലൂയ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് നമ്മളെ ഒരിക്കലും തകർക്കുവാനോ മുടിക്കുവാനോ അല്ല, നമ്മളെ സ്വർഗത്തിലോട്ട് കൊണ്ടെത്തിക്കുവാനാണ്, സ്വാതന്ത്ര്യം വരുത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരെ പ്രാപിച്ചിട്ടേ മടങ്ങി പോകുവാൻ പാടുള്ളൂ. ഇവിടെ ഇരിക്കുന്ന സകല വ്യക്തികൾ ആ ഉയരത്തിലുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഹല്ലേലൂയ ഒരിക്കലും ശത്രുവിനെ തകർത്ത് കളയുവാൻ കഴിയാത്ത, ഹല്ലേലൂയ ഒരു പ്രശ്നത്തിനും പേടിക്കാത്ത, ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ ശക്തി നൽകുന്ന ആ സ്വാതന്ത്ര്യം, ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തികളാണ് നമ്മളെങ്കിൽ ഹല്ലേലൂയ ക്രിസ്തു പറയുന്നത് പോലെ ഹല്ലേലൂയ യഹോവയുടെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെയും ഭയപ്പെടത്തില്ല. ക്രിസ്തു നമ്മുടെ തലയായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ആരെയും ഭയപ്പെടാതിരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിനോടൊന്ന് പറയണം, എവിടെയാണ് സ്വാതന്ത്ര്യത്തിന് തടസ്സമായി ഇരുൾ നമ്മളെ കാർന്നു തിന്നുന്നത്, ആ ഇരുളിനൊക്കെയും വലിച്ചു മാറ്റിക്കൊണ്ട് ക്രിസ്തുവേ എന്നിലൊന്ന് പ്രകാശിക്കണമേ, ഉയരത്തിലുള്ള പ്രകാശം എന്നൊന്ന് ചുറ്റുമിന്നണമെന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥനയോട് ആയിരുന്ന ഹല്ലേലൂയ കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ പണിയെ, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റി, നിങ്ങളുടെ രോഗങ്ങളെ മാറ്റി, നിങ്ങൾക്കൊരു സൗഖ്യം വരും. വചനം പഠിപ്പിക്കുന്നത് പോലെ അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ
ക്രിസ്തുവിൽ ഹല്ലേലൂയ നമുക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, ഒരു വീണ്ടെടുപ്പുണ്ട്, ഒരു രക്ഷയുണ്ട്. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകൾ അടയ്ക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി തരികയാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വരണമെങ്കിൽ അങ്ങയുടെ പ്രകാശം ഞങ്ങളിലൊന്ന് ചുറ്റുമിന്നണം പിതാവേ. ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വരണമെങ്കിൽ ഞങ്ങൾ വിശുദ്ധരായി മാറേണ്ടതിന് ഹല്ലേലൂയ ഇരുളിൽ തപ്പി നടക്കുന്ന വ്യക്തികളായിട്ടല്ല പിതാവേ, ഹല്ലേലൂയ വിശുദ്ധിയിൽ നടക്കുവാൻ, വെളിച്ചത്തിൽ നടക്കുന്ന മക്കളായി മാറേണ്ടതിന്, ഒന്നിനും ഭയപ്പെടാതെ വണ്ണം ഹല്ലേലൂയ ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുന്ന ഒരു പൈതലായി മാറേണ്ടതിന് അങ്ങയുടെ സ്വഭാവത്തെ ഞങ്ങളുടെ മേൽ പകരണം, അങ്ങയുടെ വിശുദ്ധിയെ ഞങ്ങളുടെ മേൽ പകരണം, അങ്ങയുടെ പ്രകാശത്തെ ഞങ്ങളുടെ മേൽ പകരുക പിതാവേ. ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളും ഈ വചനപ്രകാരം അങ്ങ് ശക്തീകരിക്കുക പിതാവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ.